പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയൊക്കെ ഞാനൊന്ന് എടുത്തായിരുന്നു. ശരിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരെണ്ണം ഒന്ന് കംപ്ലീറ്റ് ഒരെണ്ണത്തിൻ്റെ ഒന്ന് എടുത്ത് കാണിക്കാം. ഇന്ന് ഞാൻ പറഞ്ഞൊരു 1-2 ആഴ്ച കഴിഞ്ഞാലേ ഇതൊക്കെ പാകമാകുള്ളൂ. അങ്ങനെ നിൽക്കുകയായിരുന്നു കായ. ഇന്ന് ഇതിൽ പറിക്കാവുന്ന ഒരു കായാണ്. ഉണ്ടോ, കളറ് മാറി. അതുപോലെ ഒരെണ്ണം അപ്പുറത്ത് നിൽപ്പുണ്ട്. ഇത് 2 എണ്ണമേ ഉള്ളൂ. ഇതെല്ലാം ഒരു 2 ദിവസം കഴിയുമ്പോൾ ഇതെടുക്കാം. ഇത് മൊട്ടുകളാണ് കേട്ടോ. ഈ മൊട്ടുകളൊക്കെ വിരിയണേൽ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൊണ്ടത് വിരിഞ്ഞാൽ 28-ാമത്തെ ഉറപ്പായിട്ടും കാ പറിക്കാം. അപ്പം ഇതൊരു 27 ദിവസമെങ്കിലും വിരിഞ്ഞിട്ടായതാണ്. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇവിടെ ഒരെണ്ണമുണ്ട് പറിക്കാനായത്. പിന്നെ ചെറിയ മൊട്ടുകളല്ല, പൂമൊട്ടുകൾ. ഇതിനി കാണുന്നുണ്ടല്ലോ. അതെ, ഈ പൂമൊട്ടൊക്കെ ഇനിയും കുറേ ദിവസം കഴിയും വിരിയാൻ. ഇത് കുറച്ചുകൂടെ വലിയ മൊട്ടുകളാണ്. പിന്നെ അവിടെയൊക്കെ ഉണ്ട് മൊട്ടുകൾ. ഇത് ഒരു 2-3 മാസം കൂടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പിന്നെ അപ്പം ഇതിലെ പല പ്രാവശ്യമായിട്ടാണ് ഇങ്ങനെ മൊട്ട്. ആദ്യം ഒരു ക്രോപ്പ് എടുത്ത് കഴിഞ്ഞതാണ് കേട്ടോ, കുറച്ച് മാസങ്ങൾക്ക് മാസത്തിന് മുമ്പ്. ഇതേ ഒരു 3-4 എണ്ണം ഉണ്ട് പറിക്കാൻ കേട്ടോ. ഞാൻ കണ്ടില്ലായിരുന്നു. ഇതേ ഇവിടെ ഒരെണ്ണം. ഇത് പിന്നെ വിളവെടുക്കാൻ പാകമെത്തിയതാണ്. അപ്പം കണ്ട ഇതല്ലേ. ഇതും എടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ചൊന്നും. പിന്നെ അവിടെ 3-4 എണ്ണം ഉണ്ടല്ലോ, അതൊന്നും എടുക്കാം. ഇവിടെ കണ്ടോ, പൂ വിരിയാനായ പൂ കണ്ടോ. ഇതൊക്കെ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് വിരിയുന്ന പൂക്കളാണ്. കണ്ടോ, ഇതിനി മുട്ടാണ്. ഇത് കുറച്ച് ദിവസങ്ങൾ പിടിക്കും കേട്ടോ. ഇതിലെല്ലാം മുട്ടുണ്ട്. ഈ ഇന്ന് എടുക്കാൻ പാകമായതാണ്. പിന്നെ ഇനി എന്തുകൊണ്ട് അവിടെ ഒരു കായുണ്ട്, അതും നാളെയൊക്കെ ആയിട്ട് എടുക്കാം. എല്ലാം പറിച്ച് വെച്ചാൽ പഴുക്കുമായിരിക്കും. പിന്നെ ഇവിടെ എല്ലാം മുട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെയുണ്ട് കേട്ടോ, ചെറിയ മുട്ട് വലിയ മുട്ടൊക്കെ ഉണ്ട്. ഈ മുട്ടൊക്കെ അധികം താമസിക്കാതെ തന്നെ വിരിയുന്നതാണ്. പിന്നെ ഇത് കണ്ടല്ലോ, ഇതിൽ കായ്കൾ പറിക്കാനായില്ല. എന്നാലും 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ പറിക്കാം. ഇതുമൊക്കെ ഒരുവിധമായി നിൽക്കുന്നതാണ്. പിന്നെ ഇത് കണ്ടോ, ചെറിയ മുട്ട. പിന്നെ അപ്പം മാസങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾ എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. 3-4 മാസം തന്നെ. ഇപ്പോൾ 1 മാസം മുമ്പ് കിട്ടി കേട്ടോ, ഒരു 5-6 കാ കിട്ടി. അത് കഴിഞ്ഞുണ്ടായതാണ് ഇപ്പോഴേ. 5-6 അല്ല, 10-40 എണ്ണം കിട്ടി. അത് കഴിഞ്ഞുണ്ടായതാണിത്. അപ്പോൾ ഇത് പറിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഒരു മാസത്തിൽ. അപ്പം 1 മാസമെങ്കിലും ഇനിയും കഴിയണം. ഇതെല്ലാം ആകണേ 1-1.5 മാസമാകും. അപ്പോൾ ഒരു 1-1.5 മാസം തുടർച്ചയായിട്ട് കാ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് മുട്ട ഉണ്ടാകുമോ എനിക്കറിയത്തില്ല കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ അപ്പോൾ ഞാൻ വന്നിട്ടിപ്പം 2-3 ആഴ്ചയായി. അതിൽ പിന്നെ ഇതുവരെ ഒരു കായ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് അന്ന് ഇതൊക്കെ കുഞ്ഞായിട്ട് നിന്നതൊക്കെയാണ്. അതിൻ്റെ ഇതുമൊക്കെ കളറ് മാറിയിട്ടുണ്ട്. പാകമായതാണ്. ഇതരി ആകണമെങ്കിൽ കുറഞ്ഞത് ഒരു പൂവിരിയണമെങ്കിൽ ഒരാഴ്ച എന്തായാലും കഴിയും. അത് കഴിഞ്ഞ് പിന്നെ 28 ദിവസമാകുമ്പം കായാകും. അപ്പം വരുമ്പം ചുരുക്കം പറഞ്ഞാൽ ഒരു 1.5 മാസമൊക്കെ ഇനി ഇതെന്ന് കാ കിട്ടിക്കൊണ്ടിരിക്കും. ഇനി മുട്ട ഉണ്ടാകുവാണെങ്കിൽ അത് കൂടുതലുണ്ടാകും. അപ്പം കുറച്ചൊരു ബ്രേക്ക് വന്നെങ്കിൽ ഇനിയിപ്പോൾ ഇന്ന് മുതൽ കുറച്ച് കാ ലഭിക്കും. ഈ മുട്ട നാളത്തേക്ക് മിക്കവാറും വിരിയാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ പറിക്കാനായ കായ് ഒന്നും ഞാനങ്ങനെ കാണുന്നില്ല. ഇതെല്ലാം ഉണ്ടോയെന്ന് നോക്കാം. ഇതിലെന്തുണ്ടെന്നാ നാളെയും മറ്റന്നാളും ഒക്കെ ആകുന്ന കായകളുണ്ട്. ഇത് കണ്ടോ, ഇതിലൊക്കെ മുട്ടുണ്ട്. ഇത് വിരിഞ്ഞതാണ്. ഇതൊക്കെ ഞാൻ വന്നേ പിന്നെ ഒരു പൂവിൻ്റെ എടുക്കാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. പിന്നെ ഈ കായ്കളൊക്കെ പെട്ടെന്ന് തന്നെ ആകും. ഇത് മുട്ടാണ്. പിന്നെ ഇതിൽ മുട്ടായിട്ട് കുറവാണ്, എന്നാലും കായ് ഇതൊക്കെ ഉണ്ട്. പിന്നെ
ഇതിലും കുറച്ച് കായ്കളും മുട്ടുമൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു 8 തൈകളുണ്ട് ഇവിടെ. 1.5 വർഷം മുമ്പ് നട്ടതാണ്. പിന്നെ വേണ്ട ഇതിലും മുട്ട ഇതെല്ലാം ഉണ്ട്. ആയിക്കൊണ്ടിരിക്കുന്ന മുട്ടുണ്ട്. അതുകൊണ്ട് ഈ കായും കളർ മാറാൻ തുടങ്ങിയതാണ്, പാകമായതാണ്. പിന്നെ വേണ്ട ഇത് ചെറുതും വലുതുമായ മുട്ടുകളുണ്ട്. വേറെ ഇതിലൊക്കെ കായ്കൾ കാണുന്നുണ്ട്, മുട്ടുകളുണ്ട്, ബിരിയാനായതുണ്ട്. അപ്പോൾ കുറച്ച് ഒരു 2 മാസത്തോളം ഇനി കായ ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി ഈ പ്രാവശ്യത്തെ കാലാവസ്ഥ മോശം കൊണ്ടാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇതിൽ കൂടുതലുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പിന്നെ വേണ്ട മുട്ടുകളൊക്കെ. അപ്പം ഇടയ്ക്കിപ്പോൾ ഒരു 2 ആഴ്ച ഒന്നും കിട്ടിയില്ലെന്ന് വേണേൽ പറയാം. കാരണം ഞാൻ വന്നേ പിന്നെ ഒന്നും പറിച്ചില്ല. അത് 2 ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത്ര പിന്നെ ഇനിയിപ്പം തുടർച്ചയായിട്ട് കിട്ടുമെന്ന് വിശ്വസിക്കും. പിന്നെ ഇത് കുറച്ച് ദിവസം സൂക്ഷിക്കാനും പറ്റുന്ന കായ്കളാണല്ലോ, നല്ല വിലയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു 50 എണ്ണം അവിടെ നട്ടത് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് സെക്കൻഡ് പാർട്ടെന്നും പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് കൃഷിയിടമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഒരു പാഷൻ ഫ്രൂട്ട് ഇവിടെ കയറി കിടക്കുന്നത്. പക്ഷേ അതിൽ ഇഷ്ടംപോലെ പൂ ഉണ്ടാകുന്നുണ്ട് കേട്ടോ, പൂ വിരിയുന്നുണ്ട്. പക്ഷെ കായൊന്നും കാണുന്നില്ല. ഇനി ഞാൻ പറഞ്ഞ അതിന് തക്കതായ വല്ല ഫലവും വളം വല്ലതും ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. വല്ല ന്യൂട്രീഷൻ്റെയും കുറവായിരിക്കും. കാപിടുത്തമില്ല, ഇഷ്ടം പോലെ വളർന്ന് കിടപ്പുണ്ട്. ഇതിൻ്റെ ഇലയും നല്ലതാണ് കറി വെക്കാൻ കേട്ടോ. പിന്നെ കറി വെക്കാൻ ഇലകൾ ഇഷ്ടംപോലെ ഉണ്ട് പുറത്തുമൊക്കെ ആയിട്ട്. ഇന്ന് ഏതായാലും ഇച്ചിരി ഇലക്കറി എടുത്ത് വെക്കണം. പിന്നെ ഇത് ബാക്ക് വശത്തുള്ള കുറേ ചെടികളാണ്. ഇത് വീടിൻ്റെ സൈഡിൽ വെച്ചേക്കുന്നത്. അതിന് വെയിൽ പോരാ, വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് പൂവുണ്ടാവും. പിന്നെ ഇതിന് നല്ല വെയിൽ കിട്ടും കേട്ടോ. ഒരു സൈഡ് റോഡാണ്, അതുകൊണ്ട് നല്ല വെയിൽ കിട്ടുന്നിടത്ത് ഇത് നന്നായിട്ട് ഉണ്ടാവുള്ളൂ.